മനസ്സാ നിങ്ങൾ കേക്കില്ല ഇതൊക്കെ? നിങ്ങളെന്താ കൂമ കുത്തിരിക്കണാരി കുത്തിരിക്കണ്? ചെവി കേക്കില്ല പെരേല് കുട്ടീന്റെ കരച്ചിലും പീച്ചിലോണ്ടും. ഇവിടെ ഒന്നും കുത്തിരുന്നാൽ ആരും പൈസ കൊണ്ട് തരൂല. ഒന്ന് പുറത്തിറങ്ങി പോയിട്ട് ആരോടെങ്കിലും ഒരു 10 ഉറുപ്പ്യ വാങ്ങിയിട്ട് ആ കുട്ടീനെ ആസ്പത്രി കൊണ്ടുപോയിക്കോ. ആരാത്? സൈനു അല്ലേ? ഞാനാണാ പുട്ടാ. അവിടെ ഇരിക്കണേ. അണക്കെന്താടെ ഈ ഏത്തക്കുയിൻ്റെ അടുത്ത് പണി? ഇരിക്കാണ്ട് വീണ് വേണ്ട. അത് കുറെ ആളുള്ളാന്ന് എനിക്കറിയില്ലേ? ഞാനേ ശ്വാസമുട്ടലിനുള്ള മരുന്നങ്ങ് ഇറങ്ങിയാടോ. അപ്പോ വല്ലാത്തൊരു ഇടക്കേറ്. അല്ല ഇഷിപ്പം എന്താ ഇവിടെ കുത്തിരിക്കണേ? അപ്പൂട്ടാ എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? ഈ മോദിക്ക് എന്നെ ഇറങ്ങിയിട്ട് ഇരുടാണേറ്റ മുന്നേ എനിക്ക് വേണ്ടി തിരിച്ചു വരാൻ കഴിയുമോ? അതിനോടോ ഓള് പണിക്ക് പോയതല്ലേ, ഓള് തൊഴിലുറപ്പും കഴിഞ്ഞിട്ട് വരണ്ടേ? അതിനപ്പൂട്ട അജ്ജ് എന്തിനാ ഓളെ കാത്തിക്കണത്? എനിക്ക് നേരത്തെ കാലത്താണ്ട് പോയിട്ട് വാങ്ങി വന്നൂടെ? അതിന് മരുന്ന് വാങ്ങാനുള്ള പൈസ ഓളെ കൂടുതൽ പണിയെടുക്കണം ആരോടെ വാങ്ങി പോന്നാ ഓള്. അതേപ്പോ അത്ര നേരം വൈകിയേ. ഈ മരുന്ന് എനിക്ക് ദിവസം കുടിക്കാനുള്ളതല്ലേ, അത് തീരുന്നതിൻ്റെ മുന്നേ എനിക്ക് വാങ്ങി വെച്ചുകൂടെ? അത് 2 ദിവസം കുടിക്കാനുള്ള പെരലുണ്ടോ? പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് പോന്നതാ. ഓ അല്ല ചങ്ങായി, ഇജി മോന്തി അടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണേ? വരെ പോയിക്കൂടെ നമുക്ക്? ചങ്ങായി അവിടെ ഇരിക്കാനൊരു സ്വസ്ഥത തരണ്ടേ? സുഖം വെറുതെ ഓൾ എനിക്ക് തരുന്നില്ല. എന്താ എൻ്റെ മോളെ കെട്ടിയോ മരിച്ചിട്ടേ ഓൾ അന്ന് മുതൽ എൻ്റെ പെരയിലുള്ളത്. 3 കുട്ടികൾ ഇപ്പോൾ കുട്ടികളുടെ നോക്കി. ചെറുതിനൊരു വയസ്സായിട്ടുള്ളൂ. പിന്നെ എൻ്റെ നസീബിന് ഞാൻ പോയി വേറെ ഒന്ന് കെട്ടി. ഇജിപ്പോ 2ാം കെട്ട് കെട്ടി വിചാരിച്ചിപ്പോ എന്താ എൻ്റെ ഇത്ര വലിയ കുഴപ്പം? അനക്കൊരു കട്ടൻ ചായ വെച്ചുകാരൻ ആളുണ്ടായി, അതിൻ്റെ വലിയ കിട്ടലല്ലേ? അതൊക്കെ ഇപ്പം ഞാനേ ഒരാളോട് ഇതിപ്പോൾ നമ്മളെ കഥ പറയണ്ടല്ലോ വിചാരിച്ചിട്ട് കൊണ്ടെടുക്കുകയാണ്. മനസ്സിലാക്കണില്ല. ഞാൻ 2ാം കെട്ട് കെട്ടിയപ്പോളേ ഓളെ പണ്ടെടുത്തിട്ടാണ് എൻ്റെ മോളെ ഞാൻ കെട്ടിയിരിക്കുന്നത്. ആ പുതിയാപ്പിള മരിച്ചപ്പോൾ അന്ന് മുതൽ ഓളിൻ്റെ പെരയിലേക്ക് വന്നു ചെയ്യും. അപ്പം അത് ഓളിൻ്റെ പെരയിൽ വന്നപ്പോൾ അന്ന് തുടങ്ങിയ ഓല് തമ്മിൽ പ്രശ്നങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പണ്ട് ഞാൻ എൻ്റെ മോക്ക് കൊടുക്കുന്ന സമയത്ത് ഓളെ ആങ്ങളാരൊരു വാക്ക് പറഞ്ഞു ചെയ്ത്, പണ്ട് നിങ്ങൾ എടുത്തോളി, നമുക്കതിനെ പറ്റിയിട്ട് പ്രശ്നമില്ല, പക്ഷെ പണ്ടെടുക്കണതിനെ നമ്മളെ പെങ്ങളെ പേരിൽ എന്തെങ്കിലും ഒരു ഇതുങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നോട് പറയുകയാണെങ്കിൽ എൻ്റെ പേരും സ്ഥലം ഞാൻ ഓളെ പേരിൽ എഴുതിക്കും.
ഇപ്പം പെരൻ്റെ അവകാശി ഓളാണ്. വേണ്ടാത്ത പണിയല്ലേ ചങ്ങായി ചേച്ചി കാണിച്ച്. ഇത്രയും പൊട്ടനാജി. കെട്ടിയോളെ പേരില്ലേ പേരും പറമ്പൊക്കെ ആരും എഴുതി കൊടുക്കും. അതുകൊണ്ടല്ല ഇപ്പം ഇജി ഇവിടെ ഈ പാടത്തുത്തിരിക്കൻ്റെ ഗതിയെന്ന്. അതല്ലടോ, എൻ്റെ മോളെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ, അതിന് അവസ്മാരാണ്. എന്നും തന്നെ സ്ഥിതി. അത് ചില സമയത്തൊക്കെ കാറ്റ് കൂട്ടണ കാണുമ്പോൾ നെഞ്ഞി പൊട്ടിപ്പോവും. എൻ്റെ കുട്ട എന്നോട് പറയുകയാണെങ്കിൽ ഒരു വയസ്സല്ലേ അതിനായിട്ടുള്ളൂ. അതിനൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിട്ട് വേണ്ടേ? ഇതുവരെ അതിനെ നോക്കിയത് മോളെ കാതിലത്തും കൗത്തിലത്തൊക്കെ ഉണ്ട്. അത് വിറ്റിട്ടാണ് നോക്കിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ സ്ഥിതിയൊക്കെ പഠിച്ച റബ്ബിനെ അറിയുള്ളൂ. വല്ലാത്ത അത് കഷ്ടം തന്നെയാണ് ചങ്ങായി. ചെറിയൊരു PM പൈതലല്ലേ. എന്താ ഇതിങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് എന്ത് കാര്യമുള്ളത്? നല്ല അധികം ഡോക്ടർമാരൊക്കെ ഒന്ന് കാട്ടില്ല നല്ല കഴിഞ്ഞ് എത്ര ഞാൻ ചെയ്യുമ്പോൾ. പിന്നെ എൻ്റെ അടുത്ത് എന്താ വേണ്ടല്ലോ? ഈ വിവരം ഞാൻ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞിനി. ഓല് നോക്കാമെന്നും പറഞ്ഞു. നമ്മൾ ചെന്ന് ചോദിച്ചിടുമ്പോൾ ഓലെടുത്ത് തരൂലല്ലോ. ഓൽക്കുണ്ടല്ലോ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ. അത് ശരി തന്നെയാണ്. പെട്ടെന്നിപ്പോൾ പോയി ഓരോടും ചോദിക്കാൻ വയ്യല്ലോ അല്ലേ? ഇന്ന് ആ കുട്ടിക്ക് കുറച്ച് കൂടുതലാണ്. എന്ത് കാട്ടണമെന്നുള്ള എനിക്കേറ്റ അറിയില്ല. ആലോചിച്ചിരുന്ന് ഞാനിട്ട് ഇറങ്ങി പോകുന്നതാണ്. അല്ലടോ, അനക്ക് അക്കരമിലുള്ള വീരാനാജിനോട് പോയിട്ട് എന്തെങ്കിലും ചോദിച്ചു നോക്കി വിടാനോ? എല്ലാവരും മൂപ്പരെടുത്ത് പോയാണല്ലോ എന്തെങ്കിലുമൊക്കെ ചില്ലറ വാങ്ങല്. സംഗതിയൊക്കെ ശരിയാണ്. ആചാര്യോട് ചെന്നുങ്ങാണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആചാര്യ എന്തെങ്കിലുമൊക്കെ തരും. പക്ഷെ എന്നാലും വേണ്ട, ഞാൻ ഈ പാടം നടക്കുക. സത്യത്തിൽ ഞാൻ അന്നക്കട്ടി രോഗിയാണ്. ഒരു അടി നടക്കുമ്പോൾ എനിക്ക് കിതപ്പ് വന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ റാഹത്തായിട്ട് നിൽക്കേണ്ടെന്നുള്ളൂ. എനിക്കൊരു 10 അടി നടക്കാൻ കഴിയില്ല. അല്ലാത്തൊരു കഥ തന്നെയാണല്ലോ സൈനോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും എടുക്കാനില്ല. എൻ്റെ അടുത്ത് എടുക്കാനുള്ളത് പറയുകയാണെങ്കിൽ എൻ്റെ ആകെയുള്ള പൈസ എന്താണ് നോക്കിയാ ഇതുണ്ടോ? ഇതൊന്ന് എത്ര ഉണ്ടെന്ന് ഇജ്ജെന്നെ നോക്കിയാ. ഇതിനായിട്ട് ഞാൻ എവിടെ പോകാനാ കുട്ടീനെ? ശ്വാസം പൊട്ടിച്ച് എന്നോട് വർത്താനം പറയാൻ തന്നെ വയ്യ. എന്നാലും ഈ ഒരു കാര്യം ചെയ്യടോ. ഓണ നാളത്തെ ഗുളിക വാങ്ങാൻ തന്ന പൈസ ഉണ്ട് എൻ്റെ അടുത്ത് 1000 ഉറുപ്പ്യ. ഇജ്ജ് അത് കൊണ്ടുപോയിട്ടേ ആ കുട്ടീനെ ഒന്ന് ആശുപത്രി കാണിക്കേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ട് കണ്ട എന്തേ ഇജ്ജെന്ത് ഭർത്താനാപ്പൂട്ടാ പറയണത്? എനിക്ക് എന്നെ ഓള് കടം വാങ്ങി തന്നാണ് എനിക്ക് മരുന്ന് വാങ്ങാൻ. ആ പൈസ കൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങിയ ഞാൻ. അതൊന്നും സാരില്ലടോ. എന്ത് സാരില്ലാന്ന് അജ്ജ് പറയണത്? ഇജ്ജേ ഞാൻ പറഞ്ഞേ കേൾക്കടോ. 2-3 ദിവസം കുടിക്കാനുള്ള മരുന്നും ഗുളിയൊക്കെ എൻ്റെ മരത്തുണ്ട്. ഞാൻ പിന്നെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വിചാരിച്ചിട്ട് കുറച്ചുകൂടി വാങ്ങിക്കാൻ വേണ്ടി പോവുക. ഇജ്ജൊരു കാര്യം ചെയ്യേ, ഇജ്ജ് ആ പൈതലിനെ കൊണ്ട് ആസ്പത്രിയിൽ പോയിക്കോ. എന്നിട്ടേ എൻ്റെ ഗുളിക മരുന്നൊക്കെ തീരുമ്പോഴേക്ക് ഇജ്ജ് ആരോടെയും കടം വാങ്ങിട്ടോ എങ്ങനെയൊക്കെ പൈസ തന്നാ മതി. എന്നാ ഇത് കയ്യിൽ വെച്ചേ. പൊന്നരപ്പൂട്ട, ഞാനിത് വാങ്ങണം എന്നോട്. ഇജ്ജ് വാങ്ങിക്കടോ, ഒന്നും ഒരു കുഴപ്പമില്ല. ഇനി വർത്താനം പറയാൻ വയ്യടോ. പൊന്നര ചങ്ങയെ, ഞാൻ എന്നോട് ഇത് വാങ്ങുകയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണ ഏറ്റവും വലിയ തെറ്റാപ്പ്. ഇജ്ജ് വാങ്ങിക്കടോ. ഇജ്ജത് എൻ്റെ കാര്യം കുട്ടീനെ ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കോ. ഇനി വർത്താനം പറയാൻ വയ്യടോ. ഇജ്ജ് ഇനി പരമ്പരാണം പറഞ്ഞിക്കാതെ വേഗം ചെന്ന് ആ കുട്ടീനെ കാണിക്കാൻ നോക്ക്. പിന്നെ ഞാൻ പൈസ എന്നാലും ആ സീട്ട് എൻ്റെ കയ്യിൽ പെട്ടിട്ടോ. അല്ല അത് കയ്യിൽ വെച്ചോ. ഇനി കുട്ടീനെ കാണിച്ചിട്ട് അതിലെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ അവസാനത്തെ 4 ഗുളിക വാങ്ങിക്കോ. എന്നിട്ടുണ്ട് തന്നാൽ മതി കേട്ടോ. നേരെ മോന്തി അതിനോടോ. ഞാൻ മരത്തേക്ക് പോവുക. എന്നാൽ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ. ജീവേ ചെന്നാ എന്നെ കാര്യം ചെയ്യട്ടോ. ഞാൻ പോവുക. ഇനിയേ ഗുളികറ്റ് അഥവാ വാങ്ങാനുള്ള പൈസ തയ്യാണെച്ചാൽ ഇതൊന്ന് പെരക്ക് കൊണ്ട് തന്നെ കൊണ്ടു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ. ഞാൻ പോയിക്കോ കേട്ടോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ.
പടച്ച റബ്ബേ, ഓന് മരുന്ന് വാങ്ങാനുള്ള പൈസയാണ് ഓൻ എനിക്ക് എടുത്ത് തന്നെ എൻ്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ. ഓൻ്റെ സൂക്കടിച്ച് എന്നെ മാറ്റി കൊടുത്തു. എല്ലാം എന്നെ കൊണ്ട് ഉണ്ടാക്കിയില്ല. നോക്കി പോയിക്കൊണ്ടിട്ടോ. നമ്മളെ അപ്പൂട്ടനെ മരിച്ച വിവരങ്ങൾ അറിഞ്ഞില്ല. ഏതാ പുട്ടനെ? നിങ്ങൾ അയൽവാസി അപ്പൂട്ടന്റെ കാര്യമല്ല ഞാൻ പറയണേ. പടച്ച റബ്ബേ, ഞാൻ ഓനും കൂടി ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ വർത്താനം പറഞ്ഞ് പിരിഞ്ഞിട്ടുള്ളല്ലോ. അങ്ങോട്ടാണ് എല്ലാരും പായണത്. ഞാനൊന്ന് പോയോക്കട്ടെ. മോനെ നിക്ക്, എന്തപ്പോ ഓനക്ക് പറ്റിയത്? നിങ്ങൾക്ക് അറിയില്ല കാക്ക, അയാൾ ഒരു ശ്വാസമുട്ടലുള്ള ആളല്ലേ. അയാളെ പെണ്ണുങ്ങൾ കുടുംബശ്രീന്ന് എവിടുന്നോ വയ്യാക്കി കൊടുത്തിനി പൈസ. ആ പൈസ ആയിട്ട് ആ പാവം മരുന്ന് വാങ്ങാൻ വേണ്ടി പോവേനു. അതെവിടോ തൊഴിഞ്ഞു വീണു. ആ മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാവം ജീവിച്ചില്ല. ആ പാവത്തിന്റെ പൈസ ഒക്കെ എടുത്ത് തിന്നോനെ ചോര തൂറി ചാവുള്ളൂ. അമ്മാരി കഷ്ടപ്പാടിൽ ജീവിക്കണതില്ല ഐറ്റളൊക്കെ. നിങ്ങൾക്ക് അറിയില്ല കാക്ക, ഞാൻ പറഞ്ഞ എന്റെ കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ കാണുന്നതല്ല ഐറ്റളെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. അപ്പൂട്ട, എന്തിനാ പൈസ എനിക്ക് തന്നില്ലത്? എന്റെ കുട്ടിനെ കഴിച്ചിലാക്കാനോ? കൊല്ലാതെ ചങ്ങായിക്ക് മരിക്കാനാണെങ്കിൽ ആ പൈസ എനിക്ക് തരുന്ന വലിയ ആവശ്യമുണ്ടോ? എന്റെ കുട്ടി ജീവനോടായും ചെയ്ത് മരിച്ചു ചെയ്തില്ല അപ്പൂട്ട. പടച്ച റബ്ബേ, ഈ പാവപ്പെട്ട നമ്മളോട് എന്തിനാണ് ഈ പരിസരം? ഇതിനൊക്കെ വലിയ ആവശ്യമുണ്ടോ? ഇപ്പൊ തന്നെ ഇജ്ജ് കേട്ടില്ലേ ആൾക്കാര് പറഞ്ഞ് എന്റെ പൈസ ഞാൻ കട്ടുന്നുള്ളതാണ്. വലിയ ആവശ്യമുണ്ടോ? ഇജ്ജ് തന്നല്ലേ ഞാൻ കയ്യെ. ഇത് ഞാൻ ആർക്കത് കൊണ്ടേ കൊടുക്കണത്? ഒന്നാല് ചങ്ങായി, അനക്കെന്തെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല, ഞാൻ നാളെ ഏറെപ്പുറത്തുണ്ടാവൂല. ഞാനും ഇല്ലടോ, എൻ്റെ കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അടിച്ച എന്നാണ്ട് വിളിക്കണ്ടേ? അപ്പോഴല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. പാവപ്പെട്ടവരെന്തോ ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെടുകയാണ്. ആർക്കെന്ത് ഇനി ഞാൻ കൊണ്ടേ കൊടുക്കണത്? ആരോടെ ഞാൻ പറയേണ്ടത്? ഞാനാണ് കുറ്റക്കാരെന്നുള്ളത്. അപ്പൂട്ട, ഇജിന്റെ മുന്നിൽ വിൽക്കാൻ പോയപ്പോ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ഞാൻ വരാം എൻ്റെ കൂടെ എന്നുള്ളത്. ഈ പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളത്. ഈ പറഞ്ഞ എന്താ എന്നോട്? നിങ്ങൾ മരുന്നൊക്കെ വാങ്ങിയതിന്റെ ശേഷം പൈസ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് 4 ഗുളിക വാങ്ങിക്കൊള്ളി എന്നല്ലേ സുഹൃത്തേക്ക് എന്നോട് പറഞ്ഞത്. ഞാൻ ആ ഗുളിക വാങ്ങുകയും ചെയ്തു. അതുവരെ എനിക്ക് കാത്തിക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ അപ്പൂട്ട. എനിക്ക് പൊന്നൊരു സുഹൃത്തെ,
എൻ്റെ കുട്ടിക്ക് കുപ്പിമരുന്ന് വരെ ഡോക്ടർ എഴുതി തന്നിട്ട് ഞാനത് വാങ്ങിയിട്ടില്ല. എൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് വരുന്നവരെ എനിക്കൊന്ന് കാത്തു നിന്നൂടെ എൻ്റെ പൊന്നാര സുഹൃത്തെ. അപ്പൂട്ടാ എനിക്ക് മാപ്പ് തരണടായി. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് പുറത്തു കൊണ്ടാ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല.